നമസ്കാരം. ലോകത്ത് ഓരോ രാജ്യങ്ങളും തമ്മിൽ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊന്നും യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് പ്രത്യാശിക്കുന്നവരാണ് ലോകത്തിലെ ഓരോ ഭാഗങ്ങളിലും താമസിക്കുന്നവർ. ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായി ഇരു രാജ്യങ്ങൾക്കും വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാകുമെന്ന് മാത്രമല്ല, വലിയ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അതിന്റെ കഷ്ടതകൾ അനുഭവിക്കുന്നതാകട്ടെ നിരപരാധികളായ ജനങ്ങളാണ്. നിലവിൽ പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം രൂക്ഷമായി തന്നെ നടക്കുകയാണ്. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അത്ര ശുഭകരമല്ല എന്നാണ് വസ്തുത. കാരണം ഇറാൻ തങ്ങളുടെ സുരക്ഷാ സേനകളിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതായി മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ യുദ്ധമുഖത്തേക്ക് അയക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിനും പാരാമിലിറ്ററി വിഭാഗമായ ബാസിജിനും കീഴിലുള്ള വോളണ്ടിയർ യൂണിറ്റുകളിൽ 12 വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ചേരാൻ അധികൃതർ പ്രേരിപ്പിക്കുന്നതായും അല്ലെങ്കിൽ നിർബന്ധിക്കുന്നതായും ആംനസ്റ്റി ഇന്റർനാഷണലും അതോടൊപ്പം തന്നെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്നീ സംഘടനകൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതിനായി അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ മാതൃഭൂമിയെ സംരക്ഷിക്കുക എന്ന ആഹ്വാനവുമായാണ് കുട്ടികളെ റിക്രൂട്ട്മെന്റ് നടത്തുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഭക്ഷണ വിതരണം പോലെയുള്ള ചെറിയ ജോലികൾക്കായാണ് കുട്ടികളെ വിളിക്കുന്നതെങ്കിലും പലയിടത്തും അപകടകരമായ ദൗത്യങ്ങൾ കുട്ടികളെ ഏൽപ്പിക്കുന്നുണ്ടെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നത്. പെട്രോളിംഗ്, രഹസ്യാന്വേഷണം, ചെക്ക് പോസ്റ്റുകളിൽ കാവൽ തുടങ്ങിയ ജോലികൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായി നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം തോക്കുകളേന്തി IRGC ഉദ്യോഗസ്ഥർക്കൊപ്പം നിൽക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ടെഹ്റാനിലെ ചെക്ക് പോസ്റ്റിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ അലിറേസ ജവാരി എന്ന 11 വയസ്സുകാരൻ കൊല്ലപ്പെട്ടത് സംഭവത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നതായി മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കുകയാണ്. ബാസിജ് അംഗമായ പിതാവിനെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു അലിറേസ യുദ്ധമുഖത്ത് എത്തിയത്. യുദ്ധത്തിന് ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടിയെ അവിടേക്ക് കൊണ്ടുപോയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കുട്ടി കൊല്ലപ്പെട്ടത് ഡ്യൂട്ടിയിൽ ആയിരിക്കുമ്പോഴാണെന്ന് ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആംനസ്റ്റിയുടെ റിപ്പോർട്ട് പ്രകാരം തോക്കുകൾ കൈകാര്യം ചെയ്യാൻ പോലും അറിയാത്ത കുട്ടികളാണ് യുദ്ധമുഖത്ത് ഉള്ളതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. മിക്ക കുട്ടികൾക്കും 13 വയസ്സിനടുത്തേ പ്രായമുള്ളൂ എന്നും ഈ പ്രായത്തിൽ കുട്ടികളെ റിക്രൂട്ട് ചെയ്താൽ അറിയാതെ വെടി ഉതിർക്കാനോ വിവേചനരഹിതമായ തോക്കുകൾ ഉപയോഗിക്കാനോ ഇത് കാരണമാകുമെന്നും സംഘടനകൾ പറയുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുള്ളതാണ്. 12 വയസ്സുള്ള കുട്ടികളെ പോലും ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പ്രതിനിധി ബിൽ വാൻ എസ് വേൾഡ് പറയുന്നത്. തോക്കുകൾ കൈകാര്യം ചെയ്യാൻ പോലും അറിയാത്ത പ്രായത്തിലുള്ള കുട്ടികൾ യുദ്ധമുഖത്ത് എത്തുന്നത് വലിയ അപകടമാണ് വരുത്തിവെക്കുന്നത്. ഈ സാഹചര്യത്തിൽ കുട്ടികളെ സൈന്യത്തിൽ ഉൾപ്പെടുത്തുന്നത് അടിയന്തരമായി നിർത്തിവെക്കണമെന്നും അന്താരാഷ്ട്ര സംഘടനകൾ ഇറാനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയും യുണിസെഫും ഈ വിഷയത്തിൽ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്നും മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്.